ഹായ് ഓൾ, വെൽക്കം ടു മിസ്റ്റർ സൈക്കോളജിസ്റ്റ് എഡ്യൂക്കേഷൻ. അപ്പോൾ ഇന്നു മുതൽ നമ്മൾ ഇഗ്നോ യൂണിവേഴ്സിറ്റിയിലെ BA സൈക്കോളജി ഹോണേഴ്സിലെ എല്ലാ വിഷയങ്ങളും ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും BA സൈക്കോളജി എടുക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ഈ ക്ലാസ്സിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അത് ഈ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യുക. തുടർന്നും നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ബാക്കിയുള്ള ക്ലാസ്സുകൾ ലഭിക്കുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെല്ലൈക്കൺ അമർത്തുക. BA സൈക്കോളജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പുസ്തകമാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അപ്പോൾ ഇതിൽ ആകെ 5 ബ്ലോക്കുകളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ബ്ലോക്കാണ് ഇൻട്രൊഡക്ഷൻ ടു സൈക്കോളജി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ഈ ബ്ലോക്കിൽ 2 പാഠങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ യൂണിറ്റ് 1 ഒറിജിൻ ഓഫ് സൈക്കോളജി എന്ന പാഠമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തിലെ പല കാര്യങ്ങളുമായിട്ട് അധിക കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മളിലുള്ള പല ആളുകൾക്കും സൈക്കോളജി എന്താണ്, അതുപോലെ മനഃശാസ്ത്രത്തെക്കുറിച്ചൊക്കെ പഠിക്കാൻ കൂടുതൽ താല്പര്യമുള്ള ആളുകളാണ്. എന്നാൽ നമ്മളിലുള്ള ചില ആളുകൾക്ക് ഈ സൈക്കോളജിയെക്കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. അതായത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ അത് അബ്നോർമൽ ആയിട്ടുള്ള, അത് ഭ്രാന്തന്മാരായിട്ടുള്ള ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ഒരു വിഭാഗം ആളുകളാണ്. അല്ലെങ്കിൽ നമുക്ക് മുഖത്ത് നോക്കിയിട്ട് ഈ ഒരു സൈക്കോളജിസ്റ്റായ ഒരാൾ എന്ന് പറഞ്ഞാൽ അയാൾക്ക് നമ്മുടെ മുഖത്ത് നോക്കിയിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, നമ്മുടെ ഭാവി എന്താണ് എന്ന് പ്രവചിക്കാൻ പറ്റും, അതുപോലെ നമ്മുടെ കാര്യങ്ങൾക്കുള്ള നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരം അവർക്ക് കണ്ടെത്താൻ കഴിയും എന്നൊക്കെയുള്ള ഒരുപാട് തെറ്റിദ്ധാരണകൾ സൈക്കോളജിസ്റ്റിനെ കുറിച്ചിട്ട് നിലവിലുണ്ട്. അപ്പോൾ നമ്മൾ സൈക്കോളജി, സൈക്കോളജിക്കൽ, അതുപോലെ മെൻ്റൽ എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ എന്താണ് ഈ സൈക്കോളജിയിലുള്ളത്? അതുപോലെ സൈക്കോളജി എന്നത് ഒരു ആർട്ടാണോ അതോ സയൻസ് ആണോ? ഇത്തരത്തിലുള്ള ഒരുപാട് ചോദ്യങ്ങൾക്ക് മറുപടി നമുക്ക് ഈ പാഠത്തിലൂടെ ലഭിക്കുന്നതാണ്. അതുപോലെ എന്താണ് സൈക്കോളജി, എന്തല്ല സൈക്കോളജി തുടങ്ങിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ പാഠത്തിലൂടെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പാഠം പഠിക്കുന്നത് വഴി നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും, ഇതുകൊണ്ടുള്ള ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നമുക്ക് എന്താണ് സൈക്കോളജി എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. രണ്ടാമത്തെ കാര്യം, ഈ സൈക്കോളജിയുടെ ചരിത്രപരമായിട്ടുള്ള പശ്ചാത്തലം, അതിൻ്റെ ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. മൂന്നാമതായിട്ട് ഈ സൈക്കോളജിയിലുള്ള മെത്തേഡ്സുകൾ എന്തൊക്കെയാണ്, അതിൻ്റെ സബ് ഫീൽഡുകൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. നാലാമത്തെ കാര്യം, ഈ ഇന്ത്യൻ സാഹചര്യത്തിൽ ഈ സൈക്കോളജിയെക്കുറിച്ചുള്ള പഠനങ്ങളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നു. അടുത്തതായി നമ്മൾ പറയാൻ പോകുന്നത് ഡെഫിനിഷൻ ഓഫ് സൈക്കോളജി. സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണെന്നാണ്. ഈ സൈക്കോളജി പുരാതന കാലത്ത് അത് ഫിലോസഫിയുടെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ ഫിലോസഫിക്കാർ സൈക്കോളജിയെ നിർവചിച്ചത് ദ സയൻസ് ഓഫ് സോൾ എന്ന്, അതായത് ആത്മാവിനെ കുറിച്ചുള്ള ശാസ്ത്രീയമായ പഠനമാണ് സൈക്കോളജി എന്നായിരുന്നു അവർ പറഞ്ഞു വന്നിരുന്നത്. എന്നാൽ ഈ ഒരു ഡെഫിനിഷൻ കൂടുതൽ കാലം നിന്നില്ല. കാരണം സൈക്കോളജിസ്റ്റുകൾ പിന്നീട് ഈ ആത്മാവ് എന്താണ്, നമുക്ക് ആത്മാവിനെ ഒരിക്കലും കാണാനോ അല്ലെങ്കിൽ അതിനെ അളക്കാനോ കഴിയുകയില്ല. അപ്പോൾ അത് ഒരു മെറ്റാഫിസിക്കൽ ആയിട്ടുള്ള കാര്യമാണ്. നമുക്ക് ഫിസിക്കൽ എക്സിസ്റ്റൻസിനെ കുറിച്ചിട്ട് നമുക്ക് ഒന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ഡെഫിനിഷൻ തള്ളപ്പെട്ടു. പിന്നീട് പുരാതന ഗ്രീക്ക് ഫിലോസഫേഴ്സ് ഈ സൈക്കോളജിയെ കുറിച്ച് അത് മനസ്സിനെ കുറിച്ചുള്ള പഠനമാണെന്ന് പറയുകയുണ്ടായി. അവിടെയും ഇതുപോലത്തെ പ്രശ്നമുണ്ട്. കാരണം ഒരു മനുഷ്യന്റെ മനസ്സ് എവിടെയാണ്, അത് എങ്ങനെയാണ്, അതിനെ അളക്കാനൊന്നും നമുക്ക് കഴിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആ ഒരു ഡെഫിനേഷനും തള്ളപ്പെട്ടു. പിന്നീട് അത് നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചുള്ള പഠനമാണ് എന്ന് നിർവചിക്കപ്പെട്ടു. നമ്മുടെ ചുറ്റുമുള്ള ഒരുപാട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ആ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കോൺഷ്യസ്നെസ് വെച്ചിട്ടാണ് അറിയുന്നത്, നമ്മുടെ അവബോധം വെച്ചിട്ടാണ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഈ സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മുടെ കോൺഷ്യസ്നെസ്സിനെ കുറിച്ചിട്ടുള്ള പഠനമാണ് എന്ന് പറയുകയുണ്ടായി. എന്നാൽ അതിനും കൂടുതൽ ബലമുണ്ടായിരുന്നില്ല. അതിനുള്ള ഒന്നാമത്തെ കാരണം, കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അതൊരു സബ്ജക്റ്റീവായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ പറഞ്ഞാൽ ഇപ്പോൾ എനിക്കുള്ള കോൺഷ്യസ്നെസ് പോലെ ആയിരിക്കില്ല നിങ്ങൾക്കുണ്ടാകുന്ന കോൺഷ്യസ്നെസ്. അപ്പോൾ ഓരോരുത്തരും കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞാൽ അത് വ്യത്യസ്ത അളവിലായിരിക്കും. അപ്പോൾ അതൊരു ഒബ്ജക്റ്റീവായിട്ടുള്ള ഒരു കാര്യമല്ല. അതുകൊണ്ട് അതിനെക്കുറിച്ചിട്ടുള്ള പഠനം എന്ന് പറയുന്നത്, അതിനെക്കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുന്നത്, അത് ഒരു ശരിയായിട്ടുള്ള കാര്യമല്ല എന്ന് സൈക്കോളജിസ്റ്റുകൾ അതിനെ എതിർക്കുകയുണ്ടായി. രണ്ടാമതായിട്ടുള്ള കാരണം, നമ്മുടെ അബ്നോർമൽ സൈക്കോളജിയെ കുറിച്ചുള്ള പഠനം, അതിൽ നമ്മുടെ കോൺഷ്യസ്നെസ്സും അപ്പുറത്തുള്ള കാര്യങ്ങളാണ് അബ്നോർമൽ സൈക്കോളജിയിൽ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഈ അബ്നോർമൽ സൈക്കോളജി
ഇതിൽ നിന്ന് പുറത്തായി. കാരണം ഈ കോൺഷ്യസിനെ കുറിച്ചുള്ള പഠനമാണ് സൈക്കോളജി എന്ന് പറയുമ്പോൾ ഈ അബ്നോർമൽ സൈക്കോളജി അപ്പോൾ ഈ ഡെഫിനിഷനിൽ നിന്ന് പുറത്താകുകയാണ് ഉണ്ടായത്. അപ്പോൾ അതാണ് രണ്ടാമത്തെ കാരണം. പിന്നീട് 20ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലാണ് സയൻസ് അത് സൈക്കോളജി എന്ന് പറഞ്ഞാൽ സയൻസ് ഓഫ് ബിഹേവിയർ ആണ് എന്ന് കണ്ടെത്തിയത്. സ്കൂൾ ഓഫ് ബിഹേവിയറിസത്തിന്റെ ഫാദറായ വാട്സൺ ആണ് സൈക്കോളജിയെ ദ സ്റ്റഡി ഓഫ് ബിഹേവിയർ എന്ന് നിർവചിച്ചത്. അപ്പോൾ ഈ സൈക്കോളജിയിലുള്ള വിഷയം എന്തിനെ കുറിച്ചാണ് സൈക്കോളജി പഠിക്കുന്നത്, ആ വിഷയത്തിൽ വാട്സൺ മൈൻഡിനെ തള്ളുകയാണ് ചെയ്തത്. അദ്ദേഹം പറയുന്നത് നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുന്ന ഓരോ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും എല്ലാം നിരീക്ഷിക്കാൻ പറ്റുന്ന ബിഹേവിയറുകൾ, പെരുമാറ്റങ്ങളും അതുപോലെ അവരുടെ പ്രവർത്തനങ്ങളുമാണ് ഈ സൈക്കോളജിയിലെ സബ്ജക്റ്റ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. സൈക്കോളജിയിലെ പഠന വിഷയം നമ്മുടെ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും നിരീക്ഷിക്കാൻ കഴിയുന്ന പെരുമാറ്റങ്ങളും അതുപോലെ പ്രവർത്തനങ്ങളുമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, ഈ മനുഷ്യന്റെയും അതുപോലെ മൃഗങ്ങളുടെയും പെരുമാറ്റം അത് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് മൃഗങ്ങളിലുള്ള പെരുമാറ്റം എങ്ങനെയാണ് എന്ന് മനസ്സിലാക്കുക വഴി മനുഷ്യന്റെ പെരുമാറ്റം മനസ്സിലാക്കാൻ കഴിയുകയും അതുവഴി മനുഷ്യന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്താൻ കഴിയുകയും ചെയ്യും എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതുപോലെ അദ്ദേഹം പറഞ്ഞു, നമുക്കുണ്ടാവുന്ന എല്ലാ കഴിവുകളും അത് ജന്മന നമുക്കുണ്ടാവുന്നതല്ല, എല്ലാ കാര്യങ്ങളും നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം വാദിച്ചത്. ഈ സാഹചര്യത്തിൽ വുഡ്വർത്ത് പറയുകയുണ്ടായി, ഫസ്റ്റ് സൈക്കോളജി ലോസ്റ്റ് ഇറ്റ്സ് സോൾ, then its mind, and then lost its consciousness. It still has behavior of soul. അദ്ദേഹം പറഞ്ഞത് സൈക്കോളജിക്ക് ആദ്യം അതിൻ്റെ ആത്മാവിനെ നഷ്ടമായി, പിന്നീട് അതിൻ്റെ മനസ്സിനെ നഷ്ടമായി, പിന്നീട് അതിൻ്റെ ബോധത്തെയും നഷ്ടമായി. ഇപ്പോൾ അത് പെരുമാറ്റത്തെ ചുറ്റിപ്പറ്റിയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇനി നമ്മൾ അടുത്തതായി നോക്കാൻ പോകുന്നത് നിലവിലെ സൈക്കോളജിയുടെ ഡെഫിനിഷൻ എന്താണ് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഡെഫിനിഷനാണ് സൈക്കോളജി ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ആക്ടിവിറ്റീസ് ഓഫ് ദ ഇൻഡിവിജ്വൽ ഇൻ റിലേഷൻ ടു ഹിസ് എൻവയോൺമെൻറ്റ്. ഒരു മനുഷ്യൻ അവൻ്റെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് അവൻ്റെ സാഹചര്യവുമായി ബന്ധപ്പെട്ട് അവൻ്റെ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള പഠനമാണ്. അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ 10ഓളം ഡെഫിനിഷൻസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ഡെഫിനിഷൻ 1986 മോർഗൻ നൽകിയിട്ടുള്ള ഡെഫിനിഷനാണ്. സൈക്കോളജി ഈസ് ദ സയൻസ് ഓഫ് ഹ്യൂമൻ ആൻഡ് ആനിമൽ ബിഹേവിയർ. സൈക്കോളജി എന്ന് പറഞ്ഞാൽ മനുഷ്യന്മാരുടെയും അതുപോലെ മൃഗങ്ങളുടെയും പെരുമാറ്റത്തെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ദ ആപ്ലിക്കേഷൻ ഓഫ് ദിസ് സയൻസ് ടു ഹ്യൂമൻ പ്രോബ്ലംസ്. അപ്പോൾ ഈ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും എല്ലാ പെരുമാറ്റത്തെക്കുറിച്ച് പഠിച്ച് എന്നിട്ട് മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുകയും ചെയ്യുന്നു. അടുത്തത് ഫെൽഡ്മാൻ 1996 നൽകിയ വിശദീകരണമാണ്. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. മനഃശാസ്ത്രം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ പെരുമാറ്റത്തെയും അതുപോലെ മാനസിക പ്രക്രിയയെയും കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. അടുത്തത് ടാവറിസ് വൈഡും ആൻഡ് വൈഡ് ഇവർ രണ്ടുപേരും 1997 നൽകിയ ഒരു ഡെഫിനിഷനാണ്. ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് and how they are affected by an organism's physical state, mental state and external environment. അതായത് ഒരു മനുഷ്യൻ്റെ ശാരീരിക ഘടനയും മാനസിക ഘടനയും അതുപോലെ അവൻ്റെ സാഹചര്യവും അവൻ്റെ ചുറ്റുപാടും അവൻ്റെ ബിഹേവിയറിനെയും അവൻ്റെ പെരുമാറ്റത്തെയും അവൻ്റെ മാനസിക ഘടനയെയും എങ്ങനെ ബാധിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനമാണ്. അടുത്തത് ദാസ് 1998 നൽകിയ ഒരു ഡെഫിനിഷനാണ്. സൈക്കോളജി ഈസ് ആൾ അബൌട്ട് ഹ്യൂമൻ ബിഹേവിയർ. മനുഷ്യൻ്റെ എല്ലാ പെരുമാറ്റത്തെക്കുറിച്ചുള്ള പഠനമാണ്. അബൌട്ട് മെൻ്റൽ പ്രോസസ് ആൻഡ് അബൌട്ട് ദ കോണ്ടെക്സ്റ്റ് ഇൻ വിച്ച് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ് ക്യൂർ. ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് അവൻ്റെ മാനസികമായിട്ടുള്ള അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള അതുപോലെ അവൻ്റെ പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ്. അടുത്തത് ലേഹി 1998 നൽകിയ ഡെഫിനിഷനാണ്. ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് മെൻ്റൽ പ്രോസസ്. നമ്മുടെ പെരുമാറ്റങ്ങളെക്കുറിച്ചും അതുപോലെ മനസ്സിനെ കുറിച്ചുമുള്ള പഠനമാണ്. അടുത്തതായി 1999 ബേറൺ നൽകിയ ഡെഫിനിഷൻ. ദ സയൻസ് ഓഫ് ബിഹേവിയർ ആൻഡ് കോഗ്നിറ്റീവ് പ്രോസസ്. അതും മുമ്പ് പറഞ്ഞ അതേ ഡെഫിനിഷൻ തന്നെയാണ്. മെൻ്റൽ എന്നുള്ളതിന് പകരം കോഗ്നിറ്റീവ് എന്ന് ഉപയോഗിച്ചു മാത്രം. പിന്നെ നൈറൺ 2003 നൽകിയ ഡെഫിനിഷനാണ് സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മൈൻഡ്. മനസ്സിനെ കുറിച്ചും
നമ്മുടെ പെരുമാറ്റങ്ങളെ കുറിച്ചുമുള്ള ശാസ്ത്രീയ പഠനമാണ്. അടുത്ത് 2004 ഐസൻക് നൽകിയ ഒരു ഡെഫിനിഷനാണ്. A science in which behavioral and other evidence is used to understand the internal process leading people and members of other species to behave as they do. ഇതെന്താ പറയുന്നത് വെച്ചാൽ നമ്മൾ മറ്റുള്ള ആളുകളെ നമ്മുടെ പെരുമാറ്റങ്ങളെ കുറിച്ചും അതുപോലെ നമ്മൾ മറ്റുള്ള ആളുകളെ കുറിച്ച് മറ്റുള്ള ആളുകൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതുപോലെ അനുകരിക്കുമ്പോൾ ആ അനുകരിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്ന ആന്തരികമായ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടുള്ള ശാസ്ത്രീയ പഠനമാണ്. അടുത്തത് ദ സയന്റിഫിക് സ്റ്റഡി ഓഫ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. മുമ്പ് നമ്മൾ പറഞ്ഞ അതേ ഒരു ഡെഫിനിഷൻ തന്നെയാണ് ഇത്. അടുത്തതും അതുപോലത്തെ ഒരു ഡെഫിനിഷൻ തന്നെയാണ് ദ സയൻസ് ദാറ്റ് സ്റ്റഡീസ് ബിഹേവിയർ ആൻഡ് മെന്റൽ പ്രോസസ്. ഇതൊരു ശാസ്ത്രശാഖയാണ്. അതിൽ നമ്മുടെ പെരുമാറ്റത്തെക്കുറിച്ചും അതുപോലെ മാനസിക ഘടനയെക്കുറിച്ചും പഠിക്കുന്നു. അപ്പോൾ ഇതിൽ നമ്മൾ ഏതെങ്കിലുമൊക്കെ കുറച്ച് സിമ്പിളായിട്ടുള്ള കുറച്ച് ഡെഫിനിഷൻസ് കാണാതെ പഠിക്കുന്നത് അത് നമുക്ക് പരീക്ഷയ്ക്ക് വളരെയധികം ഉപകരിക്കുന്നതാണ്.